വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോക്ക് മാർക്കറ്റ് അറ്റ് സീഡ്സിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാമെന്നാണ്. സോറി ഇന്ന് നമുക്ക് വീഡിയോ ഇങ്ങനെ ആയിരിക്കും, കാരണം ഇന്ന് ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുന്ന ഫോണിലാണ്. കാരണം ഫോണിൽ തുറക്കാനാണ് ഏറ്റവും ഈസി എന്നാണ് തോന്നുന്നത്. കമ്പ്യൂട്ടറായിട്ട് സുഖം നമുക്ക് ഫോണിലാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ. ഞാനിന്ന് ലൈവായി ഡെമോ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ റെഫറൻസ് വീഡിയോ ഉണ്ട് ഷാരിഖ് സംസൂദിൻ്റെ, ആ വീഡിയോ ആണ് നമുക്കിന്ന് എങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് കാണിച്ചു തരാൻ പറ്റുന്നത്. ഞാൻ ആ വീഡിയോ ആണ് ലൈവായിട്ട് ഡെമോ ആയിട്ട് കാണിച്ചു തരാൻ പറ്റുന്നത് നിങ്ങൾക്ക്. അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്, എങ്ങനെ ഹൗ ടു ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീ. നിങ്ങളൊരു ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ ട്രേഡറോ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമാണ്, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടോ അതോ ഡിമാറ്റ് അക്കൗണ്ടോ നിർബന്ധമാണ്. നിങ്ങൾക്കൊരു ഷെയർ വാങ്ങി സൂക്ഷിക്കാൻ ഡിമാറ്റ് അക്കൗണ്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ട്രേഡിംഗ് അക്കൗണ്ട് വേണം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന ബ്രോക്കർ എന്ന് പറഞ്ഞാൽ അപ്സ്റ്റോക്സ് ആണ്. അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് ബ്രോക്കർ ചൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജസും ബ്രോക്കറേജൊക്കെ കുറവായിരിക്കും മറ്റുള്ള ബ്രോക്കറേജ്. കാരണം ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് സർവീസ് ബ്രോക്കറായിട്ട് ബാങ്ക് ബ്രോക്കറേഴ്സിനായിട്ട് ചാർജസ് കുറവായിരിക്കും. അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ്, കാരണം ഇവർക്ക് ചാർജ് കുറവാണ്. ഞാനിവിടെ അപ്സ്റ്റോക്സ് തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രോ ബ്രോക്കറാണ്. കാരണം ഗ്രോയിൽ ഇയർലി ചാർജസ് ഇല്ല, ഇയർലി മെയിൻ്റെനൻസ് ചാർജ് കുറവാണ്, ഇല്ല 0 ആണ്. പക്ഷേ അപ്സ്റ്റോക്സിൽ 250 രൂപയുണ്ട് ഒരു ഇയർലി. പക്ഷേ അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് തുറക്കാൻ ഫ്രീ ആണ്, ഗ്രോയിലും ഫ്രീ ആണ്. ഞാൻ ഇതെടുക്കാൻ കാരണം എനിക്കിനി അപ്സ്റ്റോക്സിൽ ഒരു അക്കൗണ്ട് തുടങ്ങേണ്ട രീതിയിലാണ്. ഞാനൊരു വേറെ ഒരാളെ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം എങ്ങനെയാണ് തുറക്കുന്നതെന്ന്. വേറെ ആളല്ല, നമ്മളെ ആശാൻ തന്നെയാണ്, ഷാരിഖ് സംസൂദിൻ്റെ വീഡിയോ തന്നെയാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. മുപ്പൊരു അപ്സ്റ്റോക്സിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുന്ന വീഡിയോ ഉണ്ട്, അത് നമുക്ക് ഇതിൽ പ്ലേ ചെയ്യാം. ഷാരിഖ് സംസൂദിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലെ സ്ക്രീന് നമുക്ക് നോക്കാൻ പോകുന്നത്, ആ സ്ക്രീൻ നമുക്ക് ഇതിൽ പ്ലേ ചെയ്യാം. നേരെ മുപ്പയുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ആ സ്ക്രീനായിരിക്കും ഇനി കാണാൻ പോകുന്നത്. ചെയ്തപ്പോൾ അപ്സ്റ്റോക്സിന്റെ വെബ്സൈറ്റ് തുറന്നു വന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ഓപ്പൺ എ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് വിത്ത് ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രോക്കർ. വളരെ ഈസിയാണ്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ് കൊടുക്കുക, അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അതിനുശേഷം സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈനപ്പ് ഞെക്കി കഴിയുമ്പോൾ ഈ ഒരു പേജാണ് ലോഡായി വന്നിരിക്കുന്നത്. ഇവിടെ ലെറ്റ് സ്റ്റാർട്ട് ബൈ ഫില്ലിംഗ് ഇൻ യുവർ പാൻ ഡീറ്റെയിൽസ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ സെബി ആണ് ഈ ഒരു ഇൻഫർമേഷൻ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ പാൻ നമ്പറും പാൻ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പാൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിൽ ഞെക്കുക. അപ്പോൾ പാനലിലെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു പേജിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ നമ്മളെ പറ്റി കുറേ ബേസിക് ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് യുവർ ജെൻഡർ എന്നുള്ളതാണ്. നിങ്ങളുടെ ജെൻഡർ എന്താണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ചോദിക്കുന്നത് നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അടുത്ത ചോദ്യം നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻകം എത്രയാണോ അത് നിങ്ങൾക്ക് ഇവിടെ പറയാം. നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്ത ആളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബിലോ 1 lakh എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ എത്രയാണോ നിങ്ങൾ ITR ഡിക്ലെയർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. അടുത്ത ചോദ്യം വാട്ട് ഈസ് യുവർ ട്രേഡിംഗ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രയാണോ അത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. അത് ഇതിൽ ഏത് ഓപ്ഷൻ എടുത്താലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പണിങ്ങിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല. വേറൊരു കാര്യം ഇവിടെ ചോദിക്കുന്നത് ആർ യു പൊളിറ്റിക്കലി എക്സ്പോസ്ഡ്, അവിടെ നിങ്ങൾക്ക് നോ സെലക്ട് ചെയ്യാം. അടുത്ത ചോദ്യം വാട്ട് ഈസ് യുവർ ഒക്കുപ്പേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒക്കുപ്പേഷൻ എന്താണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യാം, ഹൗസ് വൈഫ് ആണെങ്കിൽ അതും സെലക്ട് ചെയ്യാം, റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതുപോലും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒക്യുപ്പേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അടുത്ത ചോദ്യം യുവർ ഫാദേഴ്സ് നെയിം ആസ് പെർ യുവർ പാൻ കാർഡ് എന്നുള്ളതാണ്. അപ്പോൾ പാൻ കാർഡ് നോക്കി അതിൽ എന്താണോ ഉള്ളത് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നത് ഇസ് യുവർ കൺട്രി ഓഫ് ടാക്സ് റെസിഡൻസി അതർ ദാൻ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന, ഇന്ത്യയിൽ തന്നെ ടാക്സ് ഫയൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഫയൽ ചെയ്യേണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ സെലക്ട് ചെയ്തിട്ട് താഴേക്ക് വരാം. താഴെ വരുമ്പോൾ ഒരു ടാക്സ് പെയർ ഡിക്ലറേഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾക്ക് ഐ അക്സെപ്റ്റ് ദ എബോ ഡിക്ലറേഷൻ എന്നുള്ള ഈ ഒരു ചെക്ക് ബോക്സ് നിങ്ങൾക്ക് ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ പേജിലേക്ക് എത്തുകയാണ്. ഇവിടെ ഇവർ നമ്മളടുത്ത് ആവശ്യപ്പെടുന്നത് ചൂസ് സെഗ്മെന്റ്സ് ടു ട്രേഡ് ഇൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സെഗ്മെന്റ്സ് ഏതൊക്കെയാണോ അത് സെലക്ട് ചെയ്യാനാണ് ഇവർ പറയുന്നത്. ഇവിടെ 2 സെഗ്മെന്റ്സ് ആണ് ഇവിടെ സെലക്ഷന് തന്നിരിക്കുന്നത്. ഒന്ന് ഇക്വിറ്റി, F&O ആൻഡ് കറൻസി ആണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങാനോ വിൽക്കാനോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, F&O എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സ് ആണ്.
ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ്, കറൻസിയാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക തന്നെ വേണം. പിന്നെ ഒന്നുള്ളത് കമ്മോഡിറ്റിയാണ്. നിങ്ങൾ കമ്മോഡിറ്റിയും ഇതിലൂടെ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും ടിക്ക് ഇടാം. ഏത് സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു പൈസയും ആകുന്നില്ല, അതുകൊണ്ട് രണ്ടും നിങ്ങൾക്ക് ടിക്ക് ഇടാൻ പറ്റുന്നതാണ്. താഴേക്ക് വരുമ്പോൾ ചൂസ് എ ലിവറേജ് പ്ലാൻ ഓൺ ഇക്വിറ്റി ക്യാഷ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ച കാര്യമാണ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയക്കാറുമുണ്ട്. പ്രയോറിറ്റി സെലക്ട് ചെയ്യണോ അതോ ബേസിക് സെലക്ട് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, പ്രയോറിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ അതിന്റെ 27 ഇരട്ടി ലിവറേജ് കിട്ടും. അതായത് നിങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ 27 ഇരട്ടി പൈസക്ക് നിങ്ങൾക്ക് സ്റ്റോക്ക് വാങ്ങാനും അതിനുശേഷം അത് വിൽക്കാനും സാധിക്കും. അപ്പോൾ 27 ഇരട്ടി ലിവറേജ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി പാക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 30 രൂപയാണ് ബ്രോക്കറേജ് വരിക ഒരു ട്രേഡ് നിങ്ങൾ എടുക്കുമ്പോൾ. ഇനി അതല്ല ബേസിക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 20 ടൈംസ് ലിവറേജ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എത്ര പൈസയാണോ ഉള്ളത് അതിന്റെ 20 ഇരട്ടി രൂപക്ക് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് 20 രൂപ പെർ ട്രേഡ് ആണ് ബ്രോക്കറേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ബേസിക് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ബ്രോക്കറേജ് കുറവാണ് വരുന്നത്. അധികം മോശമല്ലാത്തൊരു ലിവറേജ് നിങ്ങൾക്കും കിട്ടുന്നുമുണ്ട്. അപ്പോൾ തുടക്കക്കാരെന്ന നിലയിൽ നിങ്ങൾക്ക് ബേസിക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം താഴോട്ട് നോക്കുമ്പോൾ എൻ്റർ കൂപ്പൺ കോഡ് എന്നൊരു സാധനം നിങ്ങൾക്ക് കാണാം. അത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കൂപ്പൺ കോഡ്സ് ഒന്നും നിലവിൽ അവൈലബിൾ അല്ല ആപ്പ് സ്റ്റോക്സിൽ. നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ നഷ്ടങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നത് ഹിയേഴ്സ് യുവർ ചാൻസ് ടു വിൻ എ ഫ്രീ സ്റ്റോക്ക്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മെയിലിൽ വരും. ഇത് അക്കൗണ്ട് ഓപ്പണിംഗുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല. നിങ്ങൾ മെയിൽ തുറന്ന് വായിച്ചാൽ മനസ്സിലാവും. നമുക്ക് യെസ്സിൽ ക്ലിക്ക് ചെയ്ത് മുന്നിലേക്ക് പോകാം. അപ്പോൾ എസ്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അടുത്ത പേജിൽ ചോദിക്കുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ത് അക്കൗണ്ട് ടൈപ്പ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്തിട്ട് മുന്നിലേക്ക് പോകാം. അപ്പോൾ അടുത്ത പേജ് വരികയാണ്. ഇവിടെ നിങ്ങളടുത്ത് ചോദിക്കുന്നത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇറ്റ്സ് ടൈം ടു അപ്ലോഡ് യുവർ ഡോക്യുമെന്റ്സ്. ഇവിടുത്തെ ആദ്യത്തെ ഡോക്യുമെന്റ് ഇവർ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സിഗ്നേച്ചറിന്റെ ഒരു ഫോട്ടോ ആണ്. അതായത് ഒരു വെള്ള പേപ്പറിൽ വ്യക്തമായിട്ട് നിങ്ങൾ സൈൻ ഇട്ടിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ വ്യൂ സാമ്പിളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ വ്യക്തമായി പറയുന്നുണ്ട് ഒരു വെള്ള പേപ്പറിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ സൈൻ ചെയ്തിട്ട് ബ്ലർ ആകാതെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ടു അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ പല ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ടേക്ക് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു വെള്ള പേപ്പറിൽ സൈൻ ചെയ്തിട്ട് നേരെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ ലൈബ്രറിയിൽ ഓൾറെഡി അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ വെച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു വെള്ള പേപ്പറിൽ സൈൻ ഇട്ട ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങളുടെ ഗാലറിയിൽ പോയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ചെയ്യുന്നത് ഇവിടെ ടേക്ക് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഒരു വെള്ള പേപ്പർ മുന്നിലെടുത്ത് പെന്ന് കൊണ്ട് അതിൽ സൈൻ ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇൻകം പ്രൂഫ് ഓപ്ഷനിൽ ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മളെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തതിന്റെ അക്നോളജ്മെന്റ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് ഇവർ ചോദിക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലോ അല്ലെങ്കിൽ കമ്മോഡിറ്റിയിലോ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾ ചെയ്താൽ മതി. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓപ്ഷണൽ ആണ് എന്നുള്ളത്. അതുകൊണ്ട് തുടക്കക്കാരെന്ന നിലയിൽ എല്ലാവരും ഇത് ചെയ്യണമെന്ന് ആവശ്യമില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ പഠിച്ചതിന് ശേഷം ഫ്യൂച്ചേഴ്സിലോ ഓപ്ഷൻസിലോ ട്രേഡ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ആ സമയത്ത് അത് എപ്പോഴാണെങ്കിലും ഈ ഒരു ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുന്നിലേക്ക് പോകാം. അപ്പോൾ അടുത്ത പേജിൽ ഇവർ ചോദിക്കുന്നത് നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ്, അഡ്രസ് പ്രൂഫ് വേണമെന്നുള്ളതാണ്. അഡ്രസ് പ്രൂഫ് കൊടുക്കാനായിട്ട് വിവിധ തരത്തിലുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ആധാർ കാർഡ് നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇലക്ഷൻ ID കാർഡാണ്. അപ്പോൾ നിങ്ങളിൽ കൂടുതൽ പേരും ആധാർ കാർഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ സ്ഥലത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡിന്റെ അല്ലെങ്കിൽ ഏത് കാർഡാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അതിന്റെ ഫ്രണ്ട് സൈഡിന്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യണം. ബാക്ക് സൈഡിന്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ടാപ്പ് ടു അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടേക്ക് ഫോട്ടോ എന്ന ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ടേക്ക് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ മുന്നിൽ തന്നെ സാധനം വെച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ ഏത് ID കാർഡാണോ മുകളിൽ അപ്ലോഡ് ചെയ്തത് അതിൽ എന്ത് അഡ്രസ് ആണോ ഉള്ളത് അതേ അഡ്രസ്സ് തന്നെ ഇവിടെ ഫില്ല് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പലർക്കും ഇവിടെ തെറ്റ് പറ്റുന്നുണ്ട്. നിങ്ങൾ കുറേ പേര് എനിക്ക് ഇതുവരെ സ്ക്രീൻഷോട്ട്സ് അയച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ പേർക്കും തെറ്റ് പറ്റുന്നതാണ്. നിങ്ങൾ ആധാർ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലുള്ള അഡ്രസ് എന്താണോ അത് തന്നെ നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ID കാർഡിലുള്ള ഡീറ്റെയിൽസ് എന്തായിരുന്നോ അത് അതുപോലെ തന്നെ ഒരു തെറ്റുമില്ലാതെ ഫില്ല് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം.
നെക്സ്റ്റ് നിൽക്കുമ്പോൾ ഇവിടെ ഒരു അലർട്ട് വരുന്നുണ്ട്. ഇവരൊന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ ID കാർഡിലുള്ള അഡ്രസ്സ് തന്നെ അല്ലേ എഴുതിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോകാം. അപ്പോൾ അടുത്ത പേജിൽ ചോദിക്കുന്നത് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും ചോദിക്കുന്നുണ്ട്. ഒന്നുകൂടി പറയുകയാണ്, ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി വളരെ വ്യക്തതയോടുകൂടി ബ്ലർ ആകാതെ അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം വായിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ടാപ്പ് ടു അപ്ലോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ടേക്ക് ഫോട്ടോ പോയിട്ട് ക്യാമറ ഓപ്പൺ ആയി വരും. നിങ്ങളുടെ പാൻ കാർഡ് എടുത്ത് മുന്നിൽ വെക്കുക, അതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട് എങ്കിൽ അതിനെ വളരെ വ്യക്തമായിട്ട് ഒരു ക്ലിയർ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട്, ഒരു വെള്ള പേപ്പറിലോ അതുപോലെ ഒരു വ്യക്തമായ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ റെഡി ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ഫ്രീക്ക് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം നിങ്ങളൊരു വ്യക്തമായിട്ടുള്ള ഒരു മതിലിന് മുൻപിൽ നിന്നുകൊണ്ട് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ കാണുന്ന എത്ര സ്ഥലമാണോ നിങ്ങളുടെ മുഖത്തിന്റെ അത്രപോലെ ഒരു വ്യക്തമായ ഒരു ക്ലിയർ ആയ ഫോട്ടോ എടുത്താലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 2 ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജാണ് വരുന്നത്. ഇവർ പറയുന്നത് ഇത് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുകയാണ്. ഇത് നമുക്ക് തൽക്കാലം ഇപ്പോൾ സ്കിപ്പ് ചെയ്യാം, പിന്നീട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ വരുന്നത് കൺഫേം യുവർ ഇമെയിൽ അഡ്രസ് എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ ഏറ്റവും ആദ്യം ഇമെയിൽ അഡ്രസ് കൊടുത്തല്ലോ, ആ ഇമെയിൽ അഡ്രസ്സിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. അപ്പോൾ ഗെറ്റ് OTPയിൽ നെക്കിക്കൊണ്ട് നമുക്ക് ആ OTP ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ഒരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്ക് മെയിലിൽ വന്ന OTP ഫില്ല് ചെയ്യാം. മെയിലിൽ OTP വന്നിട്ടുണ്ട്, അത് ഞാൻ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ OTP ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത പേജിൽ അപ്സ്റ്റോക്സിൻ്റെ ഒരു ഓഫറാണ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇത്ര പൈസ അടക്കുകയാണെങ്കിൽ, ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഓഫർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരെണ്ണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താം. അതായത് 249 രൂപ നമ്മളിപ്പോൾ അടക്കുകയാണെങ്കിൽ നമ്മൾ മുന്നിലേക്ക് ട്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങുകയോ ചെയ്യുമ്പോൾ 400 രൂപ വരെയുള്ള ബ്രോക്കറേജ് നമുക്ക് അടയ്ക്കേണ്ടി വരില്ല. അപ്പോൾ 249 രൂപ ഇപ്പോൾ കൊടുത്താൽ 151 രൂപയുടെ ലാഭം നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓരോരുത്തരും എത്ര സ്റ്റോക്കാണ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അറിയുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഉചിതം എന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ല എങ്കിൽ ഇവിടെ കണ്ടിന്യൂ ഫോർ ഫ്രീയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പൈസയും അടക്കാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് മുന്നിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വരുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജിലേക്കാണ്. അതായത് ഇത്ര നേരം നമ്മളൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമായിരുന്നു അല്ലേ. അതായത് നമ്മൾ കുറേ ഡേറ്റ ചോദിച്ചു, അതെല്ലാം നമ്മൾ കൊടുത്തു. അതായത് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യുകയായിരുന്നു. ഏതൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ നമ്മൾ സൈൻ ഇടേണ്ടി വരാറില്ലേ. അപ്പോൾ ഇവിടെയും സൈൻ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ, അതായത് ഡിജിറ്റലി സൈൻ ചെയ്യാൻ പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ മൊബൈലും ആധാറും ലിങ്ക്ഡ് അല്ല എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ, ഇത്ര നേരം ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതിലൂടെ ഡൗൺലോഡ് ചെയ്ത് അതിനെ പ്രിന്റ് എടുത്ത് അതിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ട് നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കണം. മുംബൈയിലുള്ള അപ്സ്റ്റോക്സിന്റെ ഓഫീസിലേക്ക് നിങ്ങൾക്ക് കൊറിയർ അയച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ആധാർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആണ്, അതാണ് ഈസി ആയിട്ടുള്ള വേ. അതുകൊണ്ട് ഞാനിവിടെ സൈൻ വിത്ത് ആധാർ OTPയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്. അതായത് ഇത് അപ്സ്റ്റോക്സിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് സൈൻ ചെയ്യുന്നത് നമ്മൾ ഫൈനലി ഒന്ന് വെരിഫൈ ചെയ്യുകയാണ്. അപ്പോൾ സൈൻ നൗ എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡിജിയോ എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ് തുറന്നു വരും. നമ്മുടെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള നമ്പർ ഏതാണോ അതിലേക്ക് ഇവർ സെക്യൂരിറ്റി കോഡ് അയക്കും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതായത് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം, അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് മുഴുവനായിട്ട് വായിച്ച് നോക്കാം. നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്ത ഇൻഫർമേഷൻ എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ലായി വന്നിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. അങ്ങനെ റിവ്യൂ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ വരെ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന സൈൻ നൗ എന്ന സ്ഥലത്ത് പോയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മളെ NSDLന്റെ വെബ്സൈറ്റിലേക്കാണ് കൊണ്ടുവന്നത്. NSDL എന്താണെന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങളിൽ ഓർമ്മയുള്ളവർ, ശ്രദ്ധിച്ചവർ താഴെ കമന്റ് ചെയ്ത് പറയൂ. ഇതൊരു ടെസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ ഇവിടെ NSDLന്റെ വെബ്സൈറ്റിൽ നമ്മൾ നമ്മുടെ ആധാർ നമ്പർ കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ആദ്യം ഈ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യണം. അതിനുശേഷം ഈ ബോക്സിൽ നമ്മുടെ ആധാർ നമ്പർ ഒന്ന് നമ്മൾ എൻ്റർ ചെയ്യണം. ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പിന്നെയും ഒരു OTP വരും, അത് നമ്മളിവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം വെരിഫൈ OTPയിൽ ഞെക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സൈൻഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി വന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പേജിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നു. അത് പിന്നെയും റീലോഡ് ചെയ്തിട്ട്
നമ്മൾ ഈ ഒരു പേജിലേക്കാണ് എത്തിയത്. ഇവിടെ ഇവർ പറയുന്നത് ലെറ്റ്സ് ഡു എ ക്വിക്ക് ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ IPV എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ ആരാണ് എന്നുള്ളതിനെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് കാണിക്കണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവിടെ വ്യൂ സാമ്പിൾ IPV വീഡിയോയിൽ നെക്കുകയാണെങ്കിൽ ഒരു സാമ്പിൾ വീഡിയോ കാണാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം, അതൊരു റെഫറൻസ് വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാകും, വളരെ ഈസിയാണ്. നിങ്ങൾ നിങ്ങളുടെ കാർഡ്, നിങ്ങൾ ആധാർ കാർഡാണോ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ ഏത് കാർഡാണോ ആദ്യം ആ ഒരു പേജിൽ സെലക്ട് ചെയ്ത് അത് നിങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എടുക്കുക. ഒരു 10 സെക്കൻഡിന്റെ വീഡിയോ മതി. അതിൽ നിങ്ങളുടെ മുഖം വളരെ ക്ലിയർ ആയി വരണം. അതുപോലെ തന്നെ നിങ്ങളുടെ കാർഡിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും എല്ലാം വായിക്കുന്ന രീതിയിൽ വ്യക്തമായിട്ട് നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ കൺഗ്രാറ്റ്സ്, ഇവിടെ ഇത്രയും ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഹാസ് ബീൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ എഴുതി കാണിക്കുന്നത് ഇറ്റ് യൂഷ്വലി ടേക്സ് 1 to 2 days ടു വെരിഫൈ ആൻഡ് ഓപ്പൺ യുവർ അക്കൗണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കൊറോണ വൈറസ് നമ്മളെ ശക്തമായി അഫക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ്. അതുകൊണ്ടാണ് 1 to 2 days, ചിലപ്പോൾ ഒരു 3 to 4 days വരെ എടുക്കുന്നത്. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വിതിൻ 24 hours നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെ അക്കൗണ്ട് ഉണ്ടായി അത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് മെയിൽ വഴി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ വളരെ ഈസിയാണ് പ്രോസസ്സ്, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. എല്ലാവർക്കും ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, എങ്ങനെ നമുക്കൊരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് വീട്ടിൽ നിന്ന് തുടക്കാമെന്നാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെന്റ്സ് ഒന്നും ക്ലിയർ ഇല്ലാതെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെയാണ് അങ്ങനെ പ്രശ്നം വരുന്നത്. ഇപ്പോൾ നമ്മൾ നല്ല ക്ലിയർ ഇല്ലാതെ എടുത്താൽ നല്ല ഫോട്ടോ എടുക്കുക, എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക KYCന് വേണ്ടി. നിങ്ങൾ ആഫ്റ്റർ അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് 1-2 ദിവസങ്ങളിൽ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിങ്ങൾ ഈ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക, എങ്ങനെ നല്ല ഫീഡ്ബാക്ക് കണ്ടന്റിനെ കുറിച്ച് എങ്ങനെയൊക്കെ ചെയ്യാം, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെയുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നന്ദി, നമസ്കാരം. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ് ചെയ്യുക.